നമസ്കാരം. പത്തനംതിട്ട മീഡിയ ഫോർ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പത്തനംതിട്ട കുമ്പഴം എന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട നഗരസഭയുടെ ഒരു ഡിസ്പെൻസറിയാണ് കുമ്പഴ കഴിഞ്ഞ കുറച്ച് നാളുകളുണ്ടായിരുന്നത്. അത് പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റി ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഉദ്ഘാടനം ചെയ്യുന്നതിനിടയിലുള്ള തടസ്സങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പ്രതിപക്ഷം ഒന്നടങ്കം ഇതിനെ ശക്തമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നഗരസഭ കൗൺസിൽ തീരുമാനമില്ലാതെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഈ ഉദ്ഘാടനം നടത്തിയതെന്നാണ് പറയുന്നത്. ഇവിടെ പ്രതിപക്ഷ കൗൺസിലർമാരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്, പോലീസും ഇവിടെ എത്തിയിട്ടുണ്ട്. കുറച്ചേറെ നേരമായിട്ട് തന്നെ ഇവിടെ തർക്കങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിനകത്തേക്ക് തന്നെ പോകാം. ഈ കുമ്പഴയിലെ ജനങ്ങളെ ആകെ പറ്റിച്ചുകൊണ്ട് UDFന്റെ ഭരണസമിതി ഒരു സിറിഞ്ച് പോലും കൊണ്ട് വെക്കാതെ, അത് മാത്രമല്ല ഈ കെട്ടിടത്തിന്റെ പണി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ കയറി നോക്കാം, ഒരു പണി പോലും പൂർത്തീകരിക്കാതെ ഇവിടെ ഉദ്ഘാടന മാമാങ്കം നടത്താൻ പോവുകയാണ്. ഇവിടെ കൗൺസിലിന്റെ തീരുമാനമില്ല എന്ന് ബഹുമാനപ്പെട്ട മുനിസിപ്പാലിറ്റിയുടെ പ്രതിപക്ഷ നേതാവും കൗൺസിലർമാർ ഇവിടെ അറിയിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് മുൻ ചെയർമാൻ ഉദ്ഘാടനം ചെയ്ത ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് തൊട്ടടുത്ത് കാണുന്നത്. ഈ നാട്ടിലെ ബഹുമാനപ്പെട്ട പത്രപ്രവർത്തകരും മുനിസിപ്പാലിറ്റിയുടെ ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളും ആ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പിറകിലേക്ക് ഒന്ന് പോയി നോക്കണം. വെറും കാട് പിടിച്ച് ഇരജന്തുക്കൾ കയറി കിടക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇത് ഇന്നൊരു ആശുപത്രിയാണെന്ന് പറഞ്ഞാണ് ഇന്ന് ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഒരു ബോർഡ് പോലും സ്ഥാപിക്കാൻ കഴിയാതെ ഇതിന്റെ അകത്ത് കയറി നോക്കുന്നവർക്കറിയാം, വെട്ടവോ വെളിച്ചവോ ഒരു പ്രാഥമിക സൗകര്യം പോലും ചെയ്യാൻ കഴിയാൻ ആവശ്യമായ ഒന്നും ചെയ്യാതെ
ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ഉദ്ഘാടനം നടപ്പാക്കാൻ പോവുകയാണ്. ഇത് കുമ്പഴയിലെ പൊതുജനങ്ങളോട് അവഹേളിക്കുവാനുള്ള നടപടിയാണ്. ഇവര് ഈ ഇലക്ഷൻ കഴിഞ്ഞാലൊന്നും ഈ ആശുപത്രി ഇങ്ങനെ താന്നൊന്നും പോകാൻ പോകുന്നില്ല. അടൂർ പ്രകാശാണ് കോന്നി മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ജനീഷ് കുമാർ വന്നപ്പോൾ ഈ കേരളത്തിലെ ഏറ്റവും വലിയൊരു മെഡിക്കൽ കോളേജായിട്ട് മാറി. അപ്പൊ ഭരണമൊക്കെ മാറുമ്പോൾ നല്ല രീതിയിലൊക്കെ വരും. അതിലാർക്കും ഒരു തർക്കമൊന്നും വേണ്ട. ഈ കബളിപ്പിക്കുന്ന തട്ടിപ്പ് നടത്തുന്ന ഈ ഉദ്ഘാടനം ഇവിടെ നടത്തുവാൻ ഇടതുപക്ഷം അനുവദിക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തെ സംസാരിക്കുന്നതിന് വേണ്ടി മുൻ മുനിസിപ്പൽ ചെയർമാനും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള അഡ്വക്കേറ്റ് സക്കീർ ഹുസൈനെ ക്ഷണിക്കുകയാണ്. ഈ കൗൺസിലർമാരല്ലാത്ത എല്ലാവരും ഇറങ്ങിക്കും. ഇടതുപക്ഷ പ്രവർത്തകരായിട്ടുള്ള ഇവിടെ ഒരു 2 നില കെട്ടിടമാണ് പണി പൂർത്തിയാക്കിയിരിക്കുന്നത്. പത്തനംതിട്ട നഗരസഭയുടെ ഡിസ്പെൻസറി കുമ്പഴയിലേക്കാണ് നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തട്ടിക്കൂട്ടി പെട്ടെന്ന് ഇത് ഉദ്ഘാടനം നടത്തുകയാണെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. മുൻ നഗരസഭ ചെയർമാൻ ഉൾപ്പെടെ സക്കീർ ഹുസൈൻ ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തന്നെ ഒരു ബോർഡ് പോലും പോക്കാതെ ശിലാഫലകം അനാച്ഛാദനം ചെയ്തുകൊണ്ട് ഇന്ന് രാവിലെ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനമെടുത്തിരുന്നു എന്നാണ് പറയുന്നത്. ഇതിനെയാണ് ഇടതുപക്ഷം ശക്തമായിട്ട് എതിർക്കുന്നത്. വൈദ്യുതി കണക്ഷനോ വെള്ള കണക്ഷനോ കിട്ടിയിട്ടില്ല. പക്ഷേ തങ്ങളുടെ നേട്ടമെന്ന് വരുത്തി തീർത്തുകൊണ്ട് കോൺഗ്രസ് UDF ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിനെതിരെ രാവിലെ മുതൽ തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധം LDFിൻ്റെ ഭാഗത്തുനിന്ന് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ പോലീസും എല്ലാവരും തന്നെ ഇവിടെ ശക്തമായിട്ടുണ്ട്. ശകലം രൂക്ഷമായിട്ടുള്ള തർക്കത്തിലേക്കായിരുന്നു കാര്യങ്ങൾ നീങ്ങിയിരുന്നത്. ഇപ്പോൾ LDF അവരുടെ യോഗം ആരംഭിക്കുകയാണ്. കാരണം ഒരു കാരണവശാലും ഉദ്ഘാടനത്തിന് സമ്മതിക്കില്ല എന്നാണ് അവർ തീർത്ത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇത് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല എന്നവർ പറയുന്നതിനകത്തും കാര്യങ്ങളുണ്ട്. കാരണം കെട്ടിടത്തിൻ്റെ പണി ഏറെക്കുറെ പൂർത്തീകരിച്ചെന്ന് മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ. പൂർണ്ണമായിട്ട് പൂർത്തീകരിച്ചിട്ടില്ല. നഗരസഭയുടെ മുൻ ചെയർമാൻ സക്കീർ ഹുസൈനാണ് മുമ്പിൽ നിൽക്കുന്നത്. അഭിസംബോധന ചെയ്യുന്നു. ആശുപത്രിയുടെ ഉദ്ഘാടനത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എതിരല്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ഒരു പ്രഹസനം മാത്രമാണ്. ഒരു ആശുപത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഉദ്ഘാടകനോടൊപ്പം ഒരു ഡോക്ടറോ നേഴ്സോ എങ്കിലും വേണമെന്നുള്ള മാന്യമായ മിതമായ ഒരു ആവശ്യം മാത്രമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. എനിക്ക് അത്യാവശ്യമായി ഒന്ന് പ്രഷർ നോക്കി ഉദ്ഘാടനം ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. എന്റെ പ്രഷർ ഒന്ന് നോക്കാനുള്ള അപ്പാരറ്റസ് എങ്കിലും ഈ പറയുന്ന കെട്ടിടത്തിനകത്തുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട ചെയർപേഴ്സണും മറ്റാളുകളും പറയണം. ഈ കെട്ടിടത്തിന്റെ അവസ്ഥ അകത്തേക്ക് കയറി നിങ്ങൾ ഓരോരുത്തരും നോക്കണം. ഈ കെട്ടിടത്തിൽ തറയൊന്നും തന്നെ ഇട്ടിട്ടില്ല. ബാത്റൂം ഫെസിലിറ്റികൾ ആയിട്ടില്ല. ഒരു കിടക്ക പോലും ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല. എന്തിനാണ് ഇത്തര തിരക്കു പിടിച്ച് ഈ ഉദ്ഘാടനം നടത്താൻ പോകുന്നത് എന്നതിന് ഒരു ആൻസർ മാത്രമേ ഉള്ളൂ, ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ ഈ കാണുന്ന ശിലാഫലകം. ഈ ശിലാഫലകം പത്തനംതിട്ടയിൽ നിരവധി ശിലാഫലകങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. 5 വർഷക്കാലമായി ഈ UDFന്റെ ഭരണസമിതി ആകെ പത്തനംതിട്ടയ്ക്ക് സംഭാവന ചെയ്തത് 5 ചെയർപേഴ്സൺമാരെയാണ്. 5 ചെയർമാൻമാരെ സംഭാവന ചെയ്ത ശേഷം ഇതേപോലുള്ള കല്ലുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ കല്ലുകളിൽ പേര് കൊത്തിവെച്ച് ജനങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കണമെന്നുള്ള വളരെ ലഘുവായ താല്പര്യം മാത്രമാണ് ഇന്ന് നഗരസഭയുടെ ഭരണാധികാരികൾക്കുള്ളത്. അതിനുവേണ്ടി മാത്രമാണ് വളരെ പെട്ടെന്ന് ഇപ്രകാരമുള്ള ഒരു ഉദ്ഘാടനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ ശബരിമല ഇടത്താവളത്തിൽ ഡോർമിറ്ററി എന്ന് പറയുന്ന ഒരു ഉദ്ഘാടനം നടന്നു. നിങ്ങൾക്ക് വലിയ ദൂരമൊന്നും പോകേണ്ട, പ്രത്യേകം ടാക്സി പിടിച്ചു പോകേണ്ട. കുമ്പഴയിൽ നിന്ന് 1.5 കിലോമീറ്റർ ചെന്നാൽ അവിടെ ഡോർമെറ്ററി, ഉദ്ഘാടനം ചെയ്ത ഡോർമെറ്ററി കാണാം. അവിടെ കിടക്കാനുള്ള ഡോർമെറ്ററി എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് കിടക്കാനുള്ള സൗകര്യമെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്. അവിടെ ചെന്നാൽ ഒരു അയ്യപ്പ ഭക്തന് പോലും കിടക്കാനുള്ള സൗകര്യമില്ല. മുഖനിലയിലേക്ക് കയറുന്നതിനുള്ള കോവേടി അത് ഇടിഞ്ഞു വീഴാൻ വേണ്ടി പോകുന്നു. യാതൊരു സൗകര്യങ്ങളും ഇല്ലാതെ കുറേയധികം കല്ലുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ആ കല്ലുകൾ എങ്ങനെയെങ്കിലും പ്രദർശിപ്പിക്കണം. ഏത് സമയത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കോഡ് ഓഫ് കോണ്ടക്ട് നിലവിൽ വരും. മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് നിലവിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്താൻ വേണ്ടി കഴിയില്ല. അതിനു മുൻപായി പത്തനംതിട്ടയുടെ വിവിധ പ്രദേശങ്ങളിൽ എങ്ങനെയെങ്കിലും തങ്ങളുടെ പേരുകളൊന്ന് പ്രദർശിപ്പിക്കണമെന്നുള്ള ഈ
ഈ അധമ വികാരത്തിന് എന്തു പേരാണ് പറയേണ്ടത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ചിന്തിച്ചാൽ മതി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ആശുപത്രിക്കും എതിരല്ല, ഒരു വികസന പ്രവർത്തനങ്ങൾക്കും എതിരല്ല. ഇവിടെ CPIM-ന്റെ നേതാവ് സൂചിപ്പിച്ചതുപോലെ പത്തനംതിട്ട നഗരസഭ രൂപം കൊണ്ടതിന് ശേഷം ഏറ്റവും അധികം പണം മുന്നോട്ട് വെച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. 50 കോടി രൂപയാണ് നൽകാൻ വേണ്ടി തീരുമാനിച്ചത്. ഒരു ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഒരു നഗരസഭയായിട്ട് കൂടി പത്തനംതിട്ടയിൽ LDF ഭരിക്കുന്ന എത്രയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കൊന്നും നൽകാതെ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നതിന്റെ പേരിൽ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിൽ 50 കോടി രൂപയുടെ പദ്ധതിക്കായി MLA-യുടെ മുൻകഴിയോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50 കോടി മുന്നോട്ട് വെച്ചു. പക്ഷേ ഇവർക്ക് അത് ആവശ്യമില്ല. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണ സംവിധാനത്തിന് എപ്പോഴും കമ്മീഷൻ ലഭിക്കുന്ന പദ്ധതികൾ മാത്രമാണ് അവർക്ക് പ്രാധാന്യമായിട്ടുള്ളത്. അത്തരത്തിലുള്ള പദ്ധതികൾ മാത്രമാണ് അവർക്ക് പഥ്യമായിട്ടുള്ളത്. ഇവിടെ ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു, ഒരു ഉദ്ഘാടന പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ എതിരല്ല. പക്ഷേ പ്രാഥമികമായി നിങ്ങൾ തിരിച്ചറിയേണ്ടത് എന്താണ്? പ്രാഥമികമായി വേണ്ടത് ഇവിടെ നഗരസഭാ കൗൺസിൽ പോലീസിന്റെ ഒത്തുകളി ശരിയായില്ല. ഞങ്ങളെ ഇറക്കി വിട്ടിട്ട് കാര്യം ചെയ്യിപ്പിച്ചേ, ഞങ്ങളെ ഇറക്കി വിട്ടിട്ട് കാര്യം ചെയ്യിപ്പിക്കാതെ. നിങ്ങൾക്ക് പറഞ്ഞോ
ചെയർപേഴ്സൺ മർദ്ദനമേറ്റ ചെയർപേഴ്സൺ കരഞ്ഞുകൊണ്ടാണ് ഉദ്ഘാടനം ചെയ്തത്. നഗരസഭയുടെ NUHM-ന്റെ ആശുപത്രി പത്തനംതിട്ട കുമ്പഴ ഉപനഗരത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം കുമ്പഴ നഗരത്തിന്റെ കൗൺസിലർമാർ തമ്മിൽ വാക്കേറ്റം. പ്രതിഷേധത്തിനിടയിലും പത്തനംതിട്ട നഗരസഭയുടെ ഡിസ്പെൻസറി ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ചെയർപേഴ്സൺ. പുള്ളിക്കാരെ കൊണ്ട് അഡ്മിറ്റാക്കുന്ന ആശുപത്രി പുള്ളിക്കാരെ കൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റാക്കുന്നു. പരിപാടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. നഗരസഭ ചെയർപേഴ്സൺ റോസലിൻ സന്തോഷിന് മർദ്ദനമേറ്റതിനെ തുടർന്ന് അവരെ മോഹാലസ്യപ്പെട്ട് കിടക്കുകയും അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. കുമ്പഴയിൽ രാവിലെ മുതൽ തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത്. പോലീസുമായിട്ട് ഉന്തും തള്ളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. വണ്ടിയോടെ കുമ്പഴയിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഡിസ്പെൻസറി ഉദ്ഘാടനത്തിന് നടന്നത്. പത്തനംതിട്ട നഗരസഭാ ചെയർപേഴ്സൺ റോസലിൻ സന്തോഷിനെ മർദ്ദനമേറ്റിരിക്കുകയാണ്. അവരെ മോഹാലിസ്യപ്പെട്ട് അവരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ, പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം കുമ്പഴയിൽ നടന്നത്. നഗരസഭാ കൗൺസിലിൻ്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഉദ്ഘാടനം നടത്തിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ള സമരവും ഉണ്ടെന്നുള്ളതും പ്രതിഷേധം ഇവിടെ ഉണ്ടായത്. ചെയർപേഴ്സിൻ്റെ കാറ് ആണ് തല്ലിപ്പൊളിക്കാൻ ശ്രമിക്കുന്നത്.
ചെയർപേഴ്സന്റെ കാറ് പോലും കടത്തിവിടാതെയുള്ള രീതിയിലുള്ള ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പണി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പത്തനംതിട്ട നഗരസഭയുടെ ഡിസ്പെൻസറി ഇവിടെ ഉദ്ഘാടനം ചെയ്തതാണ് പ്രതിഷേധത്തിന് കാരണമായിട്ടിരിക്കുന്നത്. പത്തനംതിട്ട നഗരസഭാ ചെയർപേഴ്സണ് മർദ്ദനമേറ്റ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ്. നിരവധി കൗൺസിലർമാർക്കും ഈ പ്രതിഷേധത്തിൽ മർദ്ദനമേറ്റിരിക്കുകയാണ്. ഭരണ പ്രതിപക്ഷ കൗൺസിൽ അംഗങ്ങൾക്കെല്ലാം തന്നെ മർദ്ദനമേറ്റിരിക്കുകയാണ്. പ്രതിഷേധം അക്രമാസക്തമാകുകയായിരുന്നു. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളും ഉണ്ടായി. ഭരണ പ്രതിപക്ഷ കൗൺസിൽ അംഗങ്ങൾക്ക് മർദ്ദനമേറ്റു. പത്തനംതിട്ട നഗരസഭയുടെ ചെയർപേഴ്സൺ റോസ്ലിൻ സന്തോഷിന് വളരെ ക്രൂരമായിട്ടുള്ള മർദ്ദനമേറ്റതിനെ തുടർന്ന് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഉദ്ഘാടനം നടത്തുന്നത് തടയുകയായിരുന്നു പ്രധാന ലക്ഷ്യം. ഇതിനെതിരെയാണ് ശക്തമായിട്ടുള്ള പ്രതിഷേധം അരങ്ങേറിയത്. പ്രിയമുള്ള സഖാക്കളെ, ഇവിടെ ആശുപത്രിയുടെ ഉദ്ഘാടനം എന്ന ഒരു പ്രഹസനം നടന്നിരിക്കുകയാണ്. ഒരു ഉദ്ഘാടനങ്ങൾക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എതിരല്ല. എന്നാൽ പത്തനംതിട്ട നഗരസഭയിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സ്ഥാപിക്കുന്നതിനായി കുറെ ശിലാഫലകങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ശിലാഫലകങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഏത് നിമിഷവും. അതിനു മുൻപായി ഈ ശിലാഫലകങ്ങളെല്ലാം സ്ഥാപിക്കുകയും അവരുടെ പേരുകൾ പൊതുജനങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുകയും വേണമെന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടെ ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തുകയാണ്. ഇന്നിപ്പോ ഇവിടെ ആശുപത്രി ഉദ്ഘാടനം ചെയ്തു എന്നാണ് അവകാശപ്പെടുന്നത്. ഈ ആശുപത്രിയിലേക്ക് പ്രിയപ്പെട്ട ജനങ്ങളാകെ തന്നെ കയറി നോക്കുകയാണ്. ഇവിടെ വന്ന ചില ആളുകൾക്ക് അത്യാവശ്യമെന്ന് പ്രഷർ നോക്കണം എന്നാവശ്യപ്പെട്ടു. പക്ഷേ പ്രഷർ നോക്കാനുള്ള അപ്പാരറ്റസ് ഇവിടെ ഇല്ല. ഒരു സിറിഞ്ച് പോലും ഇതിനകത്തില്ല. ഒരു കട്ടിൽ പോലും പേഷ്യന്റിന് കിടക്കാൻ ഇതിനകത്തില്ല. കറണ്ട് ഇല്ല, ബാത്റൂം ഇല്ല. മാത്രമല്ല ഇതിന് മുകളിലേക്ക് കയറി നോക്കിയാൽ വെള്ളത്തിന്റെ കണക്ഷൻ വന്നിട്ടില്ല. ഫ്ലോറുകളാകെ തന്നെ താറുമാറായി കിടക്കുന്നു. അത് കോൺക്രീറ്റ് ചെയ്യുക പോലും ചെയ്തിട്ടില്ല. എന്തിനാണ് തേക്ക് പിടിച്ചിങ്ങനെ ഒരു ഉദ്ഘാടനം നടത്തുന്നത്? ഇന്നലെ ശബരിമല ഇടത്താവളത്തിലെ ഡോർമെറ്ററിയുടെ ഉദ്ഘാടനം എന്ന് പറഞ്ഞ് ഒരു മാമാങ്കം നടന്നു. ഡോർമെറ്ററി പ്രിയപ്പെട്ട പത്രപ്രവർത്തകരടക്കം മാധ്യമപ്രവർത്തകരടക്കം അവിടേക്ക് പോയി സന്ദർശിക്കണം. ഡോർമെറ്ററി എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ അവിടെ ഇല്ല. അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി ഡോർമെറ്ററി ഒരുക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ യാതൊരു നടപടികളും ഉണ്ടായില്ല. ഇപ്പോ ഇവിടെ ഇത്തരത്തിലുള്ള ഇന്നിനി ഉച്ച കഴിഞ്ഞും നാളെയുമൊക്കെയായി നിരവധി പരിപാടികൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ് പത്തനംതിട്ട നഗരസഭ. ഇത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ ഭരണ നേതാക്കളുടെ പേരുകൾ കൊത്തിവെക്കാനുള്ള ഒരു അവസരമായാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. തീർച്ചയായും 50 കോടി രൂപ നൽകാമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പറഞ്ഞപ്പോ 1 രൂപ പോലും വേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ച ഈ ഭരണസമിതിയാണ് ഇന്ന് എല്ലായിടത്തും ഓടി നടന്ന് തറക്കല്ലിടുന്നത്. ഇത് ഏത് കൗൺസിലിന്റെ കാലത്താണ്? ഏത് കൗൺസിലാണ് ഇത് വിഭാവനം ചെയ്തത്? ഒരു വളരെ മിനിമം ഒരു കാര്യം കൂടിയുണ്ട്. ഒരു നഗരസഭയിലെ ഏതെങ്കിലും ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോ ഏറ്റവും കുറഞ്ഞ പക്ഷം ആ നഗരസഭാ കൗൺസിലിന്റെ തീരുമാനം വേണം. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഏത് നഗരസഭാ കൗൺസിലാണ് ഈ തീരുമാനമെടുത്തിട്ടുള്ളത്? നിങ്ങൾ കാണിക്കണം. നഗരസഭാ കൗൺസിലിലേക്ക് അജണ്ട പോലും വന്നിട്ടില്ല. അജണ്ട ചർച്ച ചെയ്തിട്ടില്ല. ഉദ്ഘാടനം തീരുമാനിച്ചിട്ടില്ല.
ഏകപക്ഷീയമായി റോസ്ലിൻ സന്തോഷിനും അതുപോലെ തന്നെ അനുചര വൃന്ദങ്ങൾക്കും അവരുടെ പേരുകൾ കൊത്തിവെക്കാനുള്ള ആഗ്രഹത്തിന്റെ ഫലമായി ഇത്തരത്തിലുള്ള ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തുകയാണ്. ആ ഉദ്ഘാടന ചടങ്ങിലേക്ക് ന്യായമായ പ്രതിഷേധവുമായി എത്തിയ ഇടതുപക്ഷ ജനാധിപത്യമുള്ള കൗൺസിൽ അംഗങ്ങളെ മൃഗീയമായി കൈകാര്യം ചെയ്യാനാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ സംവിധാനം തയ്യാറായത്. അവിടെ കൗൺസിലിന്റെ തീരുമാനമില്ലാതെ ഒരു നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിന് എല്ലാ ഒത്താശയും പത്തനംതിട്ടയിലെ പോലീസ് സേനയും നൽകിയിരിക്കുന്നു എന്ന ആക്ഷേപം ഞങ്ങൾക്കുണ്ട്. പോലീസിന്റെ ജോലി അതല്ല. പോലീസിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ ഈ കൗൺസിലിന്റെ ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ഒരു തീരുമാനമുണ്ടെങ്കിൽ അത് നിയമപരമായി നടപ്പിലാക്കാനുള്ള ആ ഉത്തരവാദിത്വം പോലീസ് നിറവേറ്റണം. അല്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നഗരസഭാ പ്രതിപക്ഷ കൗൺസിലർമാരെ ആകെ നഗരസഭാ പ്രതിപക്ഷ നേതാവിനെ അടക്കം ആ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വളരെ ബോധപൂർവമായി ബലപ്രയോഗത്തിലൂടെ പുറത്തേക്കാക്കിയ ശേഷമാണ് പത്തനംതിട്ട പോലീസ് ഈ നിയമവിരുദ്ധ പ്രവർത്തിക്ക് അരുതുന്നത് എന്ന വളരെ ശക്തമായ വിമർശനം ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. പോലീസിന്റെ അംഗബലം കണ്ടുകൊണ്ടതുമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിക്കുന്നത്. ഇവിടെ ഏറ്റവും വലിയ പോലീസ് സന്നാഹത്തെ ഒരുക്കി കേരളത്തിലെ മുഴുവൻ പോലീസ് സേനയെയും വിന്യസിച്ച് M.V. രാഘവൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോ അദ്ദേഹം ഓടിയ സ്ഥലത്ത് പിന്നീട് പുല്ലുമുളച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഇവിടെ പുതുതായി ചാർജ് എടുത്തിട്ടുള്ള ഏമാന്മാർ ഒന്ന് അന്വേഷിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എത്ര പോലീസിനെയും പട്ടാളത്തെയും നിരത്തിയാലും ഒരു സംവിധാനം അനാവശ്യമായി നിയമവിരുദ്ധമായി നടത്തേണ്ടതില്ല എന്ന് ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി തീരുമാനിച്ചാൽ ആ പരിപാടി നടന്നിട്ടില്ല. അത്തരത്തിലൊരു ചരിത്രമാണ് പത്തനംതിട്ടയ്ക്കുള്ളത് എന്നുകൂടി ബോധ്യപ്പെടുന്നത് നന്നായിരിക്കും. ഇനിയും ഉച്ചയ്ക്കൊണ്ടൊരു മാമാങ്കം നിങ്ങൾ പോലീസിനെ അണിനിരത്തിക്കൊള്ളൂ. ഉച്ചയ്ക്കൊണ്ടൊരു മാമാങ്കം. ആ ഉച്ചയ്ക്കുള്ള പ്രദേശത്ത് ഒരു കക്കൂസ് പോലിന്റെ കുഴിപോലും കുഴിക്കാതെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിനും റോസ്ലിൻ സന്തോഷ് ഒരു ശിലാഫലകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാധാരണ സ്ത്രീകൾക്കുള്ള സംരക്ഷണം ഒരുക്കാൻ വേണ്ടി പാമ്പൂരിപ്പാറയ്ക്കടുത്ത് പുതിയ ഒരു ഉദ്ഘാടന കേന്ദ്രം ഒരുക്കിയിരിക്കുന്നു. ഒരു കാര്യം ഞങ്ങൾ ഇപ്പോൾ തന്നെ പറയുന്നു, ആ പരിപാടി നടത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സമ്മതിക്കില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനാധിപത്യപരമായ പ്രതിഷേധം അവിടെ ഉയർത്തും. അതുകൊണ്ട് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഈ ഭരണ സംവിധാനത്തോട് പറയാനുള്ളത്, മാന്യമായ ജനാധിപത്യപരമായ രീതിയിൽ നിങ്ങൾ കൗൺസിലിനെ അഭിമുഖീകരിക്കുക. കൗൺസിലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരിക. കൗൺസിൽ ചർച്ച ചെയ്യട്ടെ. കൗൺസിൽ തീരുമാനിക്കട്ടെ. ഓരോ പദ്ധതിയും പൂർത്തീകരിച്ചതിന് ശേഷം ഉദ്ഘാടനം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുങ്ങട്ടെ. അങ്ങനെയാണ് എങ്കിൽ രണ്ട് കൈയും നീട്ടി അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. എല്ലാ സന്തോഷത്തോടും കൂടി ആ പദ്ധതിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യാൻ വേണ്ടി തയ്യാറാകും. അല്ലാതെ ഇത്തരത്തിലുള്ള ഉമ്മാക്കുകളും ഉടായിപ്പുകളും കൊണ്ട് ഉദ്ഘാടനങ്ങൾ നടത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ജനങ്ങളെ ആകെ അണിനിരത്തിക്കൊണ്ട് ഇതിനെതിരായി ജനകീയ കൂട്ടായ്മകളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാകുമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അതിനായി എല്ലാ പ്രവർത്തകരും ഒരുമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രതിഷേധ യോഗം, ഈ കൂട്ടായ്മ ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു നിർത്തുന്നു. സഖാക്കളെ രാജസരം. പത്തനംതിട്ട നഗരസഭാ കൗൺസിലർ റോഷൻ നായർ നമ്മളോടൊപ്പം ഉണ്ട്. റോഷൻ നായർ, എന്താണ് ഇപ്പോൾ സംഭവിച്ചത്? ഇവിടെ വലിയ തർക്കങ്ങളും പ്രശ്നങ്ങളുമായിരുന്നല്ലോ ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച്. നാടിൻ്റെ ഒരു വികസനമല്ലേ തടസ്സപ്പെട്ടത്? കുമ്പഴ പ്രദേശത്തിൻ്റെ ഒരു വികസനം പതിറ്റാണ്ടുകളായി കുമ്പഴ നിവാസികളുടെ ആവശ്യം സാക്ഷാത്കരിക്കുവാൻ വേണ്ടിയാണ് NUHM-ന്റെ വാടകക്കട്ടത്തിൽ പ്രവർത്തിക്കുന്ന കുമ്പഴ ആശുപത്രിക്ക് വേണ്ടി സ്വന്തമായി ഒരു കെട്ടിടം എന്ന ആശയം വരികയും നഗരസഭാ കൗൺസിലിൻ്റെ മുന്നിൽ വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള സ്ഥലത്ത് ഇത്തരത്തിൽ 45 ലക്ഷം രൂപ മുടക്കി കോവിഡ് കാലത്താണെങ്കിലും വളരെ ദ്രുതഗതിയിൽ പണികൾ നടത്തി അത് തുറന്നു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്ഘാടന ചടങ്ങാണ് ഇത് നടന്നത്. ശരിയാണ്, ശകലം പണികൂടെ തീരാനുണ്ട്. കാരണം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ ഹോസ്പിറ്റൽ ഇങ്ങോട്ട് മാറ്റി പ്രവർത്തനം ആരംഭിക്കുന്നതാണ്. പക്ഷേ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് നഗരസഭയിൽ ഒരു വികസനം നടന്നില്ല എന്നുള്ള പ്രവർത്തനം ജനങ്ങളിൽ എത്തിക്കണമെന്നുള്ള മനഃപൂർവമായ ഗൂഢ ഉദ്ദേശത്തോടുകൂടിയാണ് LDF-ൻ്റെ നേതൃത്വത്തിലുള്ള കൗൺസിലർമാരും DAFയുടെ പ്രവർത്തകരും ഇത്തരത്തിൽ പ്രവർത്തിച്ചത്. ഇന്നലെ ശബരിമല ഇടത്താവളത്തിൽ ഡോർമെട്രി ഉദ്ഘാടനമായിരുന്നു. അവിടെ ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മനഃപൂർവ്വം LDF-ൻ്റെ കൗൺസിലർമാർ വിളക്ക് കത്തിക്കുന്ന വിളക്കെടുത്തെറിയുകയും ഇവിടെ കെട്ടിയിരുന്ന ബാനറുകൾ കസേരകളെല്ലാം നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നഗരസഭാ ചെയർപേഴ്സണെ വനിതാ കൗൺസിലർമാർ തൊഴിച്ച് നഗരസഭാ ചെയർപേഴ്സൺ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്.
ഈ LDFന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനം നഗരസഭാ കൗൺസിലിനോടുള്ള വെല്ലുവിളിയാണ്, കുമ്പഴ പ്രദേശത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. കേരള കോൺഗ്രസിന്റെ ശ്രീ ദിബു ഉണ്ട് കൗൺസിലർ, നഗരസഭാ കൗൺസിൽ ദിബു, എന്താണ് സംഭവിച്ചത്? താങ്കളുടെയും കൂടെ പ്രദേശമാണല്ലോ കുമ്പഴ. ഈ കുമ്പഴ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ ഒന്നാണ് NUHM ഹോസ്പിറ്റൽ. അത് കൊണ്ടുവരാൻ തക്കവണ്ണം വളരെയേറെ ശ്രമകരമായ നടപടികൾക്ക് ശേഷമാണ് കുമ്പഴയിൽ സ്ഥാപിക്കുവാൻ സാധിച്ചത്. ഒപ്പം ഇപ്പോൾ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിൻ്റെ ഉടമയ്ക്ക് ഈ മാസം തന്നെ കെട്ടിടം മാറിക്കൊടുക്കാമെന്ന് നഗരസഭയിൽ നിന്ന് ഉറപ്പ് കൊടുത്തിട്ടുള്ളതാണ്. ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് എത്രയും വേഗം ഹോസ്പിറ്റൽ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുവാൻ തക്കവണ്ണമുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ വെച്ചത്. നമുക്ക് ഏവർക്കും അറിയാം, കോവിഡിൻ്റെ പ്രതിസന്ധി കാരണം പരിപാടികൾ അല്ലെങ്കിൽ പണികൾ പൂർത്തീകരിക്കുന്നതിന് കാലതാമസം നേരിട്ടുവെങ്കിലും ഒരു മാസത്തിനുള്ളിൽ എല്ലാ പണികളും പൂർത്തീകരിച്ച് പൂർണ്ണ സജ്ജമായാൽ മാത്രമേ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കാരണം നമ്മൾ ഈ ഹോസ്പിറ്റൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ കെട്ടിടത്തിൻ്റെ ഉടമയ്ക്ക് ഈ മാസം കൂടി ഈ മാസത്തിനുള്ളിൽ ഇറങ്ങിക്കൊടുത്തോ അല്ലെങ്കിൽ ഇങ്ങോട്ട് മാറ്റിക്കൊള്ളാം എന്നുള്ള ഉറപ്പിന്മേലാണ് നഗരസഭയുടെ അധികാരം ഒഴിയുന്നതിന് മുമ്പ് അവർക്ക് ആ കെട്ടിടം വിട്ടു നൽകിക്കൊണ്ട് പുതിയ ഹോസ്പിറ്റലിലേക്ക് മാറിക്കൊള്ളാം എന്നുള്ള ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ പാലിക്കുകയും ഒപ്പം വളരെ സമയബന്ധിതമായി തന്നെ ഈ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം നടപ്പിലാക്കുവാൻ വേണ്ടി കൗൺസിൽ ഒറ്റക്കെട്ടായിട്ട് ഈ പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ട്. അതിന് ഇന്ന് നടന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇന്നിവിടെ നടന്നിരിക്കുന്ന ഈ കോലാഹലങ്ങൾ തികച്ചും വളരെ പരിതാപകരമായി പോയി എന്ന് മാത്രമേ ഈ അവസരത്തിൽ ഓർപ്പിക്കാം. ശരിയാണ്, ഇവർ പറഞ്ഞതിനകത്തും നഗരസഭയുടെ ഇപ്പോഴത്തെ ഭരണസമിതി പറയുന്നതിലും കാര്യമുണ്ട്. നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല. കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് പതുക്കെ പ്രവർത്തനം ആരംഭിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് അവർ പറഞ്ഞത്. നഗരസഭയുടെ മുൻ ചെയർമാനും ഒപ്പം പത്തനംതിട്ട DCC വൈസ് പ്രസിഡന്റുള്ള A. സുരേഷ് കുമാറാണ് നമ്മുടെ ചെയ്യുന്നത്. വളരെ ഒരു ദുഃഖകരമായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നില്ല. കാരണം കെട്ടിടം ഒഴിഞ്ഞു കൊടുക്കണമെന്ന് വാടക കെട്ടിടത്തിൻ്റെ ഉടമ പറയുന്നു. പെട്ടെന്ന് നമ്മുടെ നിർമ്മാണം പൂർത്തീകരിച്ചില്ലെങ്കിലും ഈ കെട്ടിടത്തിലേക്ക് അതിൻ്റെ പ്രവർത്തനം നീക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ആയിരിക്കും ഒരുപക്ഷെ നഗരസഭ ചെയ്തത്. എന്നാൽ അത് വലിയൊരു പ്രതിഷേധത്തിനും ഇതുവരെ നമ്മുടെ നഗരസഭാ ചെയർപേഴ്സൺ റോസ്ലിൻ സന്തോഷിന് മർദ്ദനമേക്കുന്നതിലും വരെ സാഹചര്യം എത്തിച്ചു. എന്താണ് ഇപ്പോൾ താങ്കൾക്ക് പറയാനുള്ളത്? നഗരസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ LDFകാർ സ്ഥിരം കാണിച്ചുകൊണ്ടിരിക്കുന്ന ചെപ്പടി വിദ്യയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വളരെ ജനദ്രോഹപരമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ NUHMൻ്റെ ഒരു ആശുപത്രി ഇവിടെ പണി പൂർത്തീകരിച്ചു. ആ പണി പൂർത്തീകരിച്ച ആശുപത്രി തെരഞ്ഞെടുപ്പിന് മുമ്പ് തുറന്നു കൊടുക്കണമെന്നുള്ളത് എല്ലാ ഭരണസമിതികളുടെയും അവരുടെ അവകാശവും അല്ലെങ്കിൽ അവരുടെ ആഗ്രഹവുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ NUHMൻ്റെ ഈ ആശുപത്രി അല്ലെങ്കിൽ ഡിസ്പെൻസറി തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചത്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇവിടെ ജനങ്ങളോട് യാതൊരുവിധമായ പ്രതിബദ്ധതയുമില്ലാത്ത, സാധാരണക്കാരായ ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അല്ലെങ്കിൽ LDFൻ്റെ പ്രവർത്തകർ വളരെ മോശമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത്. ഇവിടെ ഉദ്ഘാടന ചടങ്ങ് അലങ്കോലപ്പെടുത്തി നഗരസഭാ ചെയർപേഴ്സണെ മർദ്ദിക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചു. കേട്ടുകേൾവിയുള്ള സംഭവവികാസങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ വളരെ മോശമായ സമീപനങ്ങൾ സ്വീകരിക്കുന്ന ഈ ഇടതുപക്ഷത്തിനെ ജനങ്ങൾ നിരാകരിക്കുന്നുണ്ടെങ്കിൽ, അവരെ കാലാകാലങ്ങളിൽ നിരാകരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ചെയ്തികളും അവരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഹോസ്പിറ്റൽ തുറന്നു കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് സാധാരണക്കാരായ ഇവിടുത്തെ രോഗികൾക്കാണ്, ബുദ്ധിമുട്ടുള്ള രോഗികൾക്കാണ്. ഈ ഹോസ്പിറ്റലിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് ഈ കുമ്പഴ പ്രദേശത്ത് മാത്രമല്ല, ഇവിടെ അടുത്തുള്ള പ്രദേശങ്ങളിലെ രോഗികൾക്ക് വരെ ഇതിൻ്റെ ഗുണം ലഭിക്കുകയാണ്. സ്വന്തമായി ഒരു കെട്ടിടം നിർമ്മിച്ച് ആ കെട്ടിടത്തിലേക്ക് ആ ആശുപത്രിയുടെ പ്രവർത്തനം മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഉദ്ഘാടന ചടങ്ങ് അലങ്കോലപ്പെടുത്തിക്കൊണ്ട് എന്താണ് കാര്യം? ഇടതുപക്ഷത്തിൻ്റെ ആളുകൾക്ക് അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ശബരിമല ഇടത്താവളത്തിൻ്റെ ആ ഉദ്ഘാടന ചടങ്ങും അലങ്കോലപ്പെടുത്താൻ വേണ്ടിയുള്ള സമീപനങ്ങളുമായി മുന്നോട്ട് പോയി. ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതുകൊണ്ട് ഇവിടുത്തെ UDFൻ്റെ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാമെന്ന്, UDF ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാമെന്ന് ഇവർ ധരിക്കുന്നുണ്ടോ? അവർ ധരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മലർക്കൊടിക്കാരൻ്റെ സ്വപ്നമായി അവരുടെ ആഗ്രഹം മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാഴ്ചക്കാരായി നിൽക്കുകയാണ്.
ഭരണത്തിൻ്റെ ഒരു തിണ്ണമെടുക്കുമുണ്ട്. ഭരണത്തിൻ്റെ എല്ലാ സ്വാധീനമുള്ള ആളുകളുടെ നിലയിൽ ഇവിടെയുള്ള ചെയർപേഴ്സണെ മർദ്ദിക്കാൻ ശ്രമിക്കുന്നു, കൗൺസിൽ അംഗങ്ങളെ മർദ്ദിക്കാൻ ശ്രമിക്കുന്നു, നോക്കുകുത്തിയായി പോലീസ് നിൽക്കുകയാണ്. ഇത് അനുവദിച്ചു കൊടുക്കാൻ കഴിയുമോ? ഇത് അനുവദിച്ചു കൊടുക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറാകില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷൻ കഴിയുമ്പോൾ ഇവരുടെ ഈ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായി ജനങ്ങൾ വിധി എഴുതുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവർ കാണിക്കുന്ന ഈ പേക്കൂത്ത് ഇവർക്ക് തന്നെ തിരിച്ചടിയാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ തവണത്തെക്കാട്ടിലും വലിയ ഭൂരിപക്ഷത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ മുനിസിപ്പാലിറ്റിയിൽ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ ഈ പ്രവർത്തനങ്ങൾ ചെയ്ത ഇവരുടെ ഈ നടപടി അങ്ങേയറ്റം ജനദ്രോഹവും ഈ നാട്ടിലെ നഗരസഭയോട് കാണിച്ചിരിക്കുന്ന അനാദരവും ഈ നാട്ടിലെ സാധാരണക്കാരോട് കാണിച്ചിരിക്കുന്ന അങ്ങേയറ്റം മോശമായ പ്രവർത്തനവുമാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം ഞാനിവിടെ അറിയിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഇവർ മുന്നോട്ട് പോയാൽ ഏത് തരത്തിൽ ഇവരെ നേരിടണം എന്നുള്ളത് കോൺഗ്രസ് പ്രസ്ഥാനം ആലോചിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശ്രീ സുരേഷ് കുമാർ, നഗരസഭ ചെയർപേഴ്സൺ, UDFിലെ നഗരസഭ ചെയർപേഴ്സൺ റോസിൻ സന്തോഷിന് വളരെ ഗുരുതരമായിട്ടുള്ളൊരു മർദ്ദനമാണ് ഇവിടെ അകത്ത് വെച്ച് ഞങ്ങൾ നേരിട്ട് കണ്ടതും പ്രേക്ഷകർ കണ്ടതും. അത് അവരെ വളരെ താങ്ങിയെടുത്തുകൊണ്ടാണ് ആശുപത്രിയിലേക്ക് പോയത്. കാരണം ഇത്തരം ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ആദ്യമായിരിക്കും. കാരണം കോൺഗ്രസിൻ്റെ ഒരു കൗൺസിലർ, UDF ഭരിക്കുന്ന നഗരസഭയുടെ കൗൺസിലർക്ക് ഇത്തരം ഒരു അനുഭവം വന്നതിനെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഏത് രീതിയിലാണ് പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇത് ഇവരെ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്തും ഇതേതുപോലെയുള്ള പ്രവർത്തനങ്ങളായിരുന്നു. നഗരസഭാ ചെയർമാൻ നിലയിൽ എൻ്റെ പ്രവർത്തനങ്ങളെ തടയുവാൻ ശ്രമിക്കുക. അന്ന് UDFിൻ്റെ ഒരു കൗൺസിലറായ സുഗന്ധ സുകുമാരനെ അതുപോലെ തന്നെ മറ്റ് കൗൺസിലർമാരെ അതിക്രൂരമായി മർദ്ദിക്കാൻ ശ്രമിക്കുക. ഇതുകൊണ്ട് ഇവർ എന്താണ് ധരിച്ചിരിക്കുന്നത്? ഇവർ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതോടുകൂടി ഇവർ കൂടുതൽ ഒറ്റപ്പെടുകയാണ്. നഗരസഭയുടെ ഒരു ആശുപത്രി തുറന്ന് പ്രവർത്തിക്കുന്നതിൽ ഇവർക്ക് എന്താണ് എതിർപ്പ്? അതിപ്പോൾ പ്രവർത്തിക്കാൻ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് തുറക്കാൻ കഴിയുമോ? ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ തുറന്നു കൊടുത്ത് സാധാരണക്കാരായ ജനങ്ങളുടെ ആ പ്രതീക്ഷകൾ പൂവണിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സണെ തൊഴിച്ചതുകൊണ്ടോ നഗരസഭാ ചെയർപേഴ്സണെ അടിച്ചതുകൊണ്ടോ ഒന്നും ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല എന്നുള്ളത് വളരെ വ്യക്തമായി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് നിയമപരമായി നേരിടാൻ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കുകയാണ്. നിയമപരമായി നേരിടുവാൻ ഞങ്ങൾ തയ്യാറാകും. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ള ആളുകളും ഇവിടെ നോക്കുകുത്തിയായി നിൽക്കുന്ന സമീപനം വന്നിരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും ഞങ്ങൾ നടപടികളുമായി മുന്നോട്ട് പോകുന്ന നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. കാരണം അവരെ വെച്ചിരിക്കുന്ന ക്രമസമാധാന രംഗം ഇവിടെ പരിപാലിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അത് ചെയ്യാതെ നോക്കുകുത്തിയായി ഇരുന്നാൽ അവരെയും എങ്ങനെ നിയമപരമായി നിയമത്തിന് നടപടികൾക്ക് മുന്നിൽ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിയമപരമായി തന്നെ ഞങ്ങൾ ഇതിനെ നേരിടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒന്നുകൂടി ചോദിച്ചോട്ടെ, കോന്നി മെഡിക്കൽ കോളേജ് അടൂർ പ്രകാശ് വിഭാവനം ചെയ്ത് പണി പൂർത്തിയാകുന്നതിന് മുമ്പേ അദ്ദേഹം ഇവിടുന്ന് പോയി. എന്നാൽ ഇപ്പോഴതിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ ഔപചാരികമായിട്ട് നടത്തിയപ്പോൾ പണി പൂർണ്ണമായിട്ടും പൂർത്തിയാകാതല്ലേ നടത്തിയത്? അന്ന് UDFിൻ്റെ നേതൃത്വത്തിൽ എന്തെങ്കിലും പ്രതിഷേധത്തിന് തുനിഞ്ഞിരുന്നു? ഞങ്ങൾ ജനാധിപത്യപരമായ രീതിയിൽ തെറ്റുകളുണ്ടെങ്കിൽ ഞങ്ങളതിനെ പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്യും. പക്ഷേ ഇതുപോലെ മോശമായ പ്രവർത്തനങ്ങൾ, ഒരു യോഗം അലങ്കോലപ്പെടുത്തുക, അവരുടെ പ്രവർത്തനങ്ങൾ തകർക്കുക, അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അവിടെ അക്രമം കാണിക്കുക, ഗുണ്ടായിസം കാണിക്കുക, അത് കോൺഗ്രസിൻ്റെ നയമല്ല. തെറ്റുകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം, പത്രമാധ്യമങ്ങൾ കൂടി അത് അറിയിക്കാം, അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങൾ കൂടി അറിയിക്കാം. അതല്ലാതെ യോഗത്തിൽ വന്ന് കയ്യാങ്കളി നടത്തുകയും ഗുണ്ടായിസം നടത്തുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കോൺഗ്രസ് പ്രവർത്തകർ ന്യായമായ രീതിയിൽ എല്ലാ കാര്യങ്ങളിലും പ്രതിഷേധിക്കും, പ്രതികരിക്കും. ഇവർ കാണിക്കുന്ന ഈ ഗുണ്ടായിസം ഞങ്ങൾ അനുവദിച്ചു കൊടുക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ലെന്നും പറയാൻ ആഗ്രഹിക്കുന്നു. വളരെ സന്തോഷം. നന്ദി ശ്രീ സുരേഷ് കുമാർ, അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, നഗരസഭയുടെ മുൻ ചെയർമാനും DCCയുടെ വൈസ് പ്രസിഡന്റുമാണ് സുരേഷ് കുമാർ. വളരെ വിശദമായിട്ട് തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നിങ്ങൾ തന്നെ പരിശോധിക്കും. ഈ ആശുപത്രി പൂർത്തീകരിക്കപ്പെട്ടിരുന്നോ ആദ്യ വഴി പോലുമായി മുൻവശത്തുള്ള പെയിൻ്റടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. അകത്തെ കടകളെല്ലാം തന്നെ പൊട്ടിക്കൊണ്ടിട്ടുണ്ട്. അവിടെ ഒന്നും പോകേണ്ടി പുറകുവശത്തെ വാളിന് സംവിധാനമായിട്ട് ഒരു കിടക്ക പോലും ഇല്ല, ഒരു സിലിണ്ടർ പോലും ഇല്ല.
NUHMൻ്റെ നേതൃത്വത്തിലുള്ള ആശുപത്രിയാണ്. ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അവർ പറഞ്ഞത് ഇതിപ്പോൾ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. വാടക കെട്ടിടത്തിന് ഒഴിയുന്നതിനെക്കുറിച്ചാണ് പെട്ടെന്ന് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ വെച്ചാണ് ഉദ്ഘാടനം നടത്താനിരുന്നത്. ഇവിടെ എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. കസേരകളും ഒക്കെ തന്നെ തകർത്ത് കഴിഞ്ഞിരിക്കുകയാണ്. പത്തനംതിട്ട നഗരസഭാ കൗൺസിലർ റോസ്ലിൻ സന്തോഷിനെ മർദ്ദനമേറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ്. കുമ്പഴ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന് സമീപമാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. വളരെ വിശാലമായിട്ടുള്ള സൗകര്യത്തിലാണ് ഇപ്പോൾ ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കുമ്പഴയിൽ മുനിസിപ്പാലിറ്റിയുടെ ഒരു വികസന പ്രവർത്തനം, ആ വികസന പ്രവർത്തനം ഇവിടുത്തെ CPMകാരുടെ നേതൃത്വത്തിൽ ആ പ്രവർത്തനങ്ങൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. CPM പറയുന്നത് ഇവിടെ സിറിഞ്ചില്ല എന്നാണ്, ഇവിടെ ഡോക്ടറില്ല എന്നാണ്. 15-ാം വാർഡിലുള്ള നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങോട്ട് മാറ്റുവാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉടനെ ആ ശ്രമത്തെ അട്ടിമറിക്കുന്നു. കുമ്പഴയിൽ ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ വരുന്നത് ആരാണ്? അവിടെ CPM എന്നോ കോൺഗ്രസ് എന്നോ BJP എന്നോ ഉണ്ടോ? ഇവിടുത്തെ പട്ടിണി പാവങ്ങളാണ്. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കുമ്പഴയിൽ നിങ്ങൾ ഓർക്കണം, അവിടെ വരുന്ന സാധാരണപ്പെട്ട രോഗികളുടെ എണ്ണം എത്രയാണ്? ഇപ്പോൾ കോന്നി മെഡിക്കൽ കോളേജിന്റെ കാര്യങ്ങൾ പറയുന്നു. കോന്നി മെഡിക്കൽ കോളേജ് പ്രിയപ്പെട്ട അടൂർ കാശ് കൊണ്ടുവന്ന സംവിധാനമാണ്. അപ്പൊ അവിടെ ഞങ്ങൾ ആരും എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. അദ്ദേഹത്തെ അവഗണിച്ചിട്ട് പോലും ഉദ്ഘാടനം നടത്തി. ഇപ്പോൾ റോസ്ലിൻ സന്തോഷിനെ അവരെ മർദ്ദിച്ച് അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ പ്രതിഷേധ പരിപാടി ഔപചാരികമായി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അപ്പൊ നമ്മള് സംസാരിക്കുവാനായി ശ്രീ സുരേഷ് കുമാർജിയെ വിളിക്കുന്നു. പ്രിയപ്പെട്ട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സജീവൻ സാറിന്, പ്രിയപ്പെട്ട ശ്രീ P. മോഹൻരാജ്, കൗൺസിൽ കൂടി ആലോചിക്കാതെ ഏകപക്ഷീയമായി ഒരു ഉത്തരവിറക്കി നഗരസഭാ ചെയർപേഴ്സണും ശിങ്കിടികളുമായി നടന്ന് അവരുടെ എഴുതി വച്ചിരിക്കുന്ന കല്ലുകൾ, അവരുടെ പേരുകൾ പ്രദർശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നാട്ടിലെല്ലാം നടന്ന് ഈ കല്ലുകൾ ഇടുകയാണ്. അതിനെതിരായ ഒരു പ്രതിഷേധ കൂട്ടായ്മയാണ്, ജനങ്ങളുടെ വികാരമാണ് ഇവിടെ ഉണ്ടായത്. ജനങ്ങളിൽ ഒരാൾ പോലും ഇതിന് അനുകൂലമായി വന്നില്ല. കാരണം ഈ നാട്ടുകാർ, പാവപ്പെട്ട നാട്ടുകാർക്ക് ഒന്ന് പ്രഷർ നോക്കാൻ പോലുമുള്ള സൗകര്യമില്ലാത്ത ഒരു ആശുപത്രി സന്തോഷിന്റെയും അതുപോലെ തന്നെ റോസ്ലിൻ സന്തോഷിന്റെയും അനുചരന്മാരുടെയും പേരുകൾ കൊത്തിവെക്കാൻ വേണ്ടി മാത്രമായി പ്രദർശിപ്പിച്ചപ്പോൾ അതിനെതിരായി ജനങ്ങളുടെ ഉയർന്നു വന്ന വികാരമാണ് ഇന്നിവിടെ കണ്ടത്. ഇത്തരം പരിപാടികളുമായി ഇനിയുമുണ്ട് ഇന്ന് പാമ്പൂരിപ്പാറയിൽ മറ്റൊരു ഉദ്ഘാടനം. ഈ ഉദ്ഘാടനങ്ങൾ എന്ന് പറയുന്നത് വെറും തട്ടിപ്പാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 5 വർഷക്കാലം പാഴാക്കിയ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തട്ടിപ്പ് മാമാങ്കങ്ങളാണ് നടക്കുന്നത് എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ അഭിപ്രായം. ഞാൻ ആമുഖ പ്രസംഗത്തിലൂടെ സൂചിപ്പിച്ചിരുന്നു, ഇന്ന് കുമ്പഴയിൽ നടന്ന ഈ ദാന്തോന്യവാസം നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് സാധാരണപ്പെട്ടവര് ഇവിടെ വന്ന് ആരോഗ്യ മേഖലയിൽ പ്രാഥമിക ചികിത്സ നേടുന്ന സംവിധാനമാണ് ഇവിടെ ഓപ്പണാക്കിയത്. പക്ഷേ ആ സംവിധാനത്തെ അട്ടിമറിച്ചവർ കാലം കഴിയുമ്പോൾ ഇതിന് നിങ്ങൾക്ക് മാപ്പ് ഈ സമൂഹം, കുമ്പഴ സമൂഹം നൽകില്ല എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. അവര് ആധികാരികമായി ഇതിനെപ്പറ്റി സംസാരിക്കും. ഈ പ്രതിഷേധ സംഗമത്തിൽ സംസാരിക്കുവാനായി പ്രിയപ്പെട്ട P. മോഹൻരാജ് സ്വാമി ക്ഷണിക്കുകയാണ്. ഇന്ന് ഞാനിവിടെ ഇവരുടെ കാലത്തിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല.
UDF കാലത്ത് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ബഹുമാന്യനായ DCC പ്രസിഡന്റ് ഉദ്ഘാടന മാമാങ്കം നടത്തുന്നു എന്നാണ് DYFIയുടെയും LDFിൻ്റെയും ആക്ഷേപം. ഉദ്ഘാടന മാമാങ്കം തന്നെയാണ്. വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയത് അത് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ UDFിനുണ്ടാകുന്ന മുൻതൂക്കം കണ്ടു ഭയന്ന്, തെരഞ്ഞെടുപ്പിനെ ഭയന്നാണ് ഈ അട്ടിമറികൾ കാണിക്കുന്നത്. ഇന്നലെ ശബരിമല ഇടത്താവളം ഉദ്ഘാടനം ചെയ്തു. അവിടെയും ഇതുപോലെ സമരം നടത്താൻ വന്നു. ശബരിമല എന്ന് കേട്ടാൽ തന്നെ അലർജിയാണല്ലോ. 2 വർഷം മുമ്പാണ് ശബരിമല സീസൺ സമയത്ത് 2 സ്ത്രീകളെ വേഷം കെട്ടിച്ചൊരു IG-യുടെ നേതൃത്വത്തിൽ 400 പോലീസുകാർ ആ ശബരിമല തകർക്കാൻ വേണ്ടി വന്നത്. ഇന്നലെ ശബരിമല ഇടത്താവളം തകർക്കാൻ വന്നു. കുമ്പഴയിൽ എത്രയോ കാലമായി ആളുകൾ ആഗ്രഹിക്കുന്നതാണ് ഈ ഹെൽത്ത് സെന്റർ. ഇപ്പൊ വാടക കെട്ടിടത്തിലെ നടക്കുന്നത്. 1 മാസത്തിനുള്ളിൽ അത് ഒഴിഞ്ഞു കൊടുക്കണം എന്ന് അതിന്റെ ഉടമ പറഞ്ഞിരിക്കുകയാണ്. പണം മുടക്കി പൂർത്തീകരിച്ചത് ഉദ്ഘാടനം ചെയ്യാൻ പിന്നെ സഖാക്കന്മാരെ വിളിക്കണോ? ഇപ്പം മുഖ്യമന്ത്രി എന്താ അവിടെ ക്ലിഫ് ഹൗസിൽ ഇരുന്നിട്ട് ഓൺലൈനിലൂടെ ദിവസം 10ഉം 100ഉം ഉദ്ഘാടനം നടത്തുന്നല്ലോ. വെളിയിൽ പോലും ഇറങ്ങണ്ട. ഉദ്ഘാടനം മാമാങ്കം നടത്തിയ അതിനാക്ഷേപമില്ല. പക്ഷെ ഞങ്ങൾ വെല്ലുവിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിനെ ഭയമുണ്ട് എന്ന് വരികിൽ അത് പറയണം. ഇവിടെ ഇപ്പോ ഇതുവരെ വേണ്ടാതിരുന്ന സ്റ്റേഡിയമായിട്ട് ഇറങ്ങിയിരിക്കുക. 1.5 വർഷക്കാലത്തിന് മുമ്പ് ഒരു MOU ഒപ്പിട്ട് കൊടുത്തതാ. KK നായർ സാറിന്റെ പേരില്ല, മാറ്റാമെന്ന് പറഞ്ഞു. രണ്ടാമതൊരു MOU എന്തിയെ കൊണ്ടുവന്നില്ല. 10 ആളുകൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അത് പൂർത്തീകരിച്ചാൽ അത് അർദ്ധ സർക്കാർ സ്ഥാപനത്തിന് കൈമാറുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ഊരാളുങ്കൽ സൊസൈറ്റി പോലെയുള്ള സഖാക്കന്മാരുടെ സംഘങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ നമ്മുടെ സ്റ്റേഡിയം കൊടുക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ കൊടുക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്തരം വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാനും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ജനങ്ങളുടെ ശ്രദ്ധ, ഈ മുനിസിപ്പാലിറ്റി നടത്തിയ വികസന പ്രവർത്തനത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ ഗുണ്ടായിസവുമായി ഇറങ്ങിയിരിക്കുന്നത്. ഒരു വനിത ഇന്നലെ ഒരു വാക്ക് മാറിപ്പറഞ്ഞപ്പോൾ ലോകമാകെ ഇളക്കിമറിച്ച ആളുകളാ. ഒരു വനിതാ ചെയർപേഴ്സണെ നിലത്തിട്ട് ചവിട്ടിയിട്ട് പോലീസുകാർ വായ്നോക്കികളെ പോലെ നോക്കി നിൽക്കുകയായിരുന്നു. എന്തിനായി പോലീസ് കാക്കിയിട്ട് വന്നിരിക്കുന്നത്? ഒരു വനിതയെ, ഈ നഗരത്തിലെ പ്രഥമ വനിതയെ ഇവിടെ ഇട്ട് ചവിട്ടിയിട്ട് ഒരു പോലീസുകാരനും ഒരക്ഷരം മിണ്ടണ്ട. എന്നിട്ട് വനിതകളെ ഉദ്ധരിക്കാൻ വേണ്ടി വനിതാ കമ്മീഷൻ അധ്യക്ഷ ഉൾപ്പെടെയുള്ള ആളുകൾ ഇറങ്ങിയിരിക്കുക. ഞങ്ങൾക്കൊരൽപ്പവും ഭയമില്ല. തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ട് ഇന്ന് 3-2 ഭൂരിപക്ഷമുണ്ട് എന്ന് വരികിൽ ഇതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി പത്തനംതിട്ട നഗരസഭയിൽ ഐക്യജനാധിപത്യ മുന്നണി വിജയിച്ചു വരാനുള്ള ഒരുക്കങ്ങളാണ് ഇടതുപക്ഷ മുന്നണി സഹാക്കൾ ഞങ്ങൾക്ക് ചെയ്തു തരുന്നത്. അതിന് നിങ്ങളോട് നന്ദിയുമുണ്ട്. ശ്രീ ബാബു ജോർജ്, ഇപ്പോൾ നടന്ന സംഭവത്തെക്കുറിച്ച് 2 വാക്ക് പറയും. DYFI നടത്തിയ ഈ ഗുണ്ടായിസം അത് ഒരു വനിതയോട് കാണിച്ചത്, ഈ നഗരസഭയിലെ പ്രഥമ വനിതയോട് കാണിച്ചത് വളരെ ക്രൂരമായി പോയി എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. DCCയുടെ നിലപാട് എന്താണ്? നമ്മുടെ നഗരസഭ ചെയർപേഴ്സണെയാണ് നിലത്തിട്ട് ചവിട്ടി മർദ്ദിച്ചിരിക്കുന്നത്. എന്താണ് DCCയുടെ നിലപാട്? DYFIയും CPM-ഉം കാണിക്കുന്ന അക്രമത്തെ ഏത് രീതിയിലും ചെറുത്ത് തോൽപ്പിക്കണം. കാരണം ഒരു വനിതാ ചെയർപേഴ്സണെ ആക്രമിച്ചിട്ട് ഇവിടെ നിന്ന് പരിഹസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അധപ്പതനം എന്ന് മാത്രമേ പറയാൻ കഴിയൂ. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വെറുത്ത സഖാവ് പിണറായി വിജയനെയും അതുപോലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും അക്രമം അഴിച്ചുവിട്ട് കാര്യങ്ങൾ നേടാം എന്ന വ്യാമോഹമുണ്ടെങ്കിൽ
അത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാറ്റിവെക്കണം. ഉദ്ഘാടനം ഇവിടെ നടത്തുന്നതിന് മാത്രമേ ഉള്ളൂ കുഴപ്പം. അവിടെ കോന്നിയിലും പരിസര പ്രദേശങ്ങളിലും കോന്നി MLA നാട് നീളെ ബോർഡുകൾ വെച്ച് ഉദ്ഘാടന മാമാങ്കം നടത്തുകയാണ്. മുനിസിപ്പാലിറ്റി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തി. ആ വികസന പ്രവർത്തനങ്ങളിൽ വരുന്നിട്ട് CPM അക്രമം നടത്തി വിജയിക്കാം എന്ന് ഒരിക്കലും മോഹിക്കണ്ട. ഒരു കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ജില്ലാ സ്റ്റേഡിയം ഏതെങ്കിലും കാരണവശാൽ ജില്ലാ സ്റ്റേഡിയം നിങ്ങൾ പറയുന്നത് പോലെ മുനിസിപ്പാലിറ്റി വിട്ടുതരില്ല. അത് അടുത്ത മുനിസിപ്പാലിറ്റി കോൺഗ്രസ് ഭരിക്കും. അടുത്ത ഗവൺമെന്റ് കേരളത്തിൽ വരുമ്പോൾ ആ മുനിസിപ്പാലിറ്റിയുടെ നിയന്ത്രണത്തിൽ അവിടെ പരിപാടി ഞങ്ങൾ നടത്തും എന്ന് തന്നെ പ്രഖ്യാപിക്കുകയാണ്. ഈ ഗുണ്ടായിസം അവസാനിപ്പിക്കണം. ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകൾ ഹോസ്പിറ്റലാണ്. ഇവിടെ ഇരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കാര്യം തർപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് വനിതാ ചെയർപേഴ്സണെ ആക്രമിച്ച ഈ ഗുണ്ടായിസത്തിനെതിരെ ക്രിമിനൽ കേസെടുത്ത് നോൺ ബെയിലബിൾ കേസെടുക്കണം. ഇല്ലെങ്കിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ സമരം SP ഓഫീസിന്റെ മുന്നിലേക്ക് ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ നന്ദി ശ്രീ ബാബു ജോർജ്. DCC പ്രസിഡന്റ് ബാബു ജോർജാണ് നമ്മളോടൊപ്പം സമയം ചെലവഴിച്ചത്. കോൺഗ്രസിൻ്റെ UDFന്റെ ശക്തമായിട്ടുള്ള പ്രതിഷേധം മുമ്പോട്ട് നീങ്ങുകയാണ്. അവർ പറഞ്ഞിരിക്കുന്നത് ക്രിമിനൽ കേസ് എടുത്തിട്ട് നോൺ ബെയിലബിൾ ഇതനുസരിച്ച് അവർക്കെതിരെ കേസെടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ കേസെടുക്കാൻ തയ്യാറായില്ല എങ്കിൽ തീർച്ചയായിട്ടും SP ഓഫീസിലേക്ക് മാർച്ച് ചെയ്യാനും മടിക്കില്ല എന്നാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരിക്കുന്നത്. DCC പ്രസിഡന്റ് ബാബു ജോർജാണ് നമ്മളോട് ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. നഗരസഭയുടെ പ്രഥമ വനിത റോസ്ലിൻ സന്തോഷ് ഇപ്പോൾ മർദ്ദനമേറ്റ് ആശുപത്രിയിലാണ്. ഈ കെട്ടിടത്തിൽ വെച്ച് അവരെ ഒരുപറ്റം ആളുകൾ ഈ പറയുന്ന നിലത്തിട്ട് ചവിട്ടി എന്നാണ് പറയുന്നത്. ചവിട്ടി അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഇതിനകത്ത് വ്യക്തമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടി ഞങ്ങൾക്ക് പറയാനുണ്ട്. കാരണം ഈ ഒരു കെട്ടിടം നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ശരി തന്നെയാണ്. ഈ ഒരു കെട്ടിടം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തന്നെ നഗരസഭയുടെ ഡിസ്പെൻസറി കുമ്പഴയിൽ നിന്ന് റാന്നിക്ക് പോകുന്ന റോഡിൽ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. അവിടെ കോവിഡിൻ്റെ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. കുമ്പഴയും പരിസര പ്രദേശമുള്ള ആയിരക്കണക്കിന് ആളുകളാണ് ആ ഡിസ്പെൻസറിയെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. അത് വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അരവിന്ദാക്ഷൻ കൗൺസിലായിരിക്കുന്ന ആ വാർഡിലാണ് വാടക കെട്ടിടത്തിൽ അത് പ്രവർത്തിക്കുന്നത്. വാടക കെട്ടിടത്തിലാണെങ്കിലും ശരി, വാടക വേണ്ട എന്ന് ഉടമ പറഞ്ഞതനുസരിച്ചാണ് ദീർഘവർഷങ്ങളായിട്ട് ഡിസ്പെൻസറി നടത്തുവാൻ സ്ഥലത്തിന് വേണ്ടി അലഞ്ഞു നടന്നതിന് ശേഷം ഡിസ്പെൻസറിക്ക് സ്ഥലം കിട്ടാതെ വന്നപ്പോഴാണ് ഒരു കെട്ടിട ഉടമയെ, വെറുതെ കിടന്ന ഒരു കെട്ടിട ഉടമയെ വളരെ താല്പര്യപൂർവ്വം അവരെ കൊണ്ട് ആ കെട്ടിടം എടുത്ത് അവിടെ ഡിസ്പെൻസറി ആരംഭിച്ചത്. ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ ആ ഡിസ്പെൻസറിയെ ആശ്രയിക്കുന്നുണ്ട്. കുമ്പഴ ജംഗ്ഷനിൽ തന്നെയുള്ള അവിടെ കോവിഡ് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാവർക്കും പ്രയോജനകരമാണ്. അവിടെ എല്ലാവിധ സംവിധാനങ്ങളും ടെസ്റ്റിങ്ങും എല്ലാം തന്നെയുണ്ട്. അപ്പം അവിടെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരാടെ കെട്ടിടത്തിൽ താൽക്കാലികമായിട്ട് പ്രവർത്തിക്കുന്ന ആശുപത്രി ഇതിൻ്റെ പിന്നിലുള്ള നഗരസഭയുടെ സ്ഥലമാണ്. ഇവിടെ ഓപ്പൺ എയർ ഓഡിറ്റോറിയമാണ്. ഇവിടെ ആ കുമ്പഴ ജംഗ്ഷനിലെ കണ്ണായിട്ടുള്ള സ്ഥലത്തേക്ക് ഒരു 2 നില കെട്ടിടം, വളരെ നല്ല സൗകര്യങ്ങളുണ്ട്, നിരവധി മുറികളൊക്കെ ആയിട്ടുള്ള കെട്ടിടം പണിത് ഇങ്ങോട്ട് ഡിസ്പെൻസറി മാറ്റുവാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാസം തന്നെ, അതായത് നവംബറിൽ തന്നെ വാടക കെട്ടിടം ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പഴയ കെട്ടിട ഉടമ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്പെൻസറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടം ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറയുമ്പോൾ കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് എടുത്താണ്, ഈ കൗൺസിലിൻ്റെ കാലത്ത് എടുത്താണെങ്കിൽ ഈ കൗൺസിലിൻ്റെ കാലത്ത് തന്നെ ആ കെട്ടിടം ഒഴിഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് നിലവിലുള്ള കൗൺസിൽ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല. ശരി തന്നെയാണ്, നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിനകത്ത് കെട്ടിടം നിർമ്മിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം നടത്തി കഴിഞ്ഞാൽ അവിടുന്ന് എപ്പം മാറണമെന്ന് പറഞ്ഞാലോ ഒരു രാത്രി കൊണ്ടോ സാധനം മാറ്റി ഇതിനകത്തേക്ക് പ്രവർത്തനം ആരംഭിക്കാം എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് അവർ വളരെ തിരക്ക് പിടിച്ച് തന്നെ ഈ ഡിസ്പെൻസറി ഉദ്ഘാടനം ചെയ്തത് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ വ്യക്തമാണ്. ന്യായമായിട്ട് നഗരസഭാ കൗൺസിലിൽ അത് വെച്ച് അംഗീകരിച്ചിട്ടില്ല എന്ന് പ്രതിപക്ഷം പറയുമ്പോഴും അവരുടെ ഭാഗത്ത് ഒരു ന്യായമുണ്ട്. എന്നാൽ പെട്ടെന്ന് തിരക്ക് പിടിച്ച് എന്തിനിത് ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. തിരിച്ച് ഉദ്ഘാടനം ചെയ്തില്ല എങ്കിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് സാധനങ്ങൾ മാറ്റി പ്രവർത്തിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ 10 പേരറിഞ്ഞ് ഇങ്ങോട്ട് മാറ്റിയതറി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇന്ന് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. വളരെ മണിക്കൂറുകളോളം ഇവിടെ വാഗ്വാദങ്ങളും ഈ കയ്യാങ്കളിയും ഒക്കെ തന്നെ നടന്നു. എല്ലാവരും പ്രേക്ഷകരെല്ലാവരും തന്നെ കണ്ടല്ലോ, പോലീസിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ പരസ്പരം കയ്യാങ്കളി. ആ കയ്യാങ്കളിയിൽ നഗരസഭാ ചെയർപേഴ്സണെ നിലത്തിട്ട് ആരോ ചവിട്ടി അവരെ വളരെ പരിക്കുകളോടെ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇതൊക്കെ തന്നെ പ്രേക്ഷകരെ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ്. എന്നാലും വികസന പ്രവർത്തനത്തിന് തടസ്സം നിൽക്കുന്ന ആരാണെന്ന് പറഞ്ഞാലും അത് ഉചിതമാണെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ചില തർക്കങ്ങളുണ്ടാകാം. അതിന് ഞങ്ങൾ എപ്പോഴും ഏത് ഭാഗത്തും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ
തമ്മിൽ തർക്കങ്ങളുണ്ടാകാം. UDF പറയുന്നത് ഇത് ന്യായമായിട്ടും ഈ വാടക കെട്ടിടം ഒഴിഞ്ഞു കൊടുക്കണം, അതുകൊണ്ടാണ് തിരക്ക് പിടിച്ച് ഉദ്ഘാടനം നടത്തി ഇങ്ങോട്ട് കയറിയതെന്ന് പറയുന്നുണ്ട്. ശരിയാണ്, ഇവിടെ ഒരു ഫർണിച്ചറും ഇല്ല, നിർമ്മാണം പൂർത്തിയാക്കിയിട്ടില്ല, ഫ്ലോർ വന്നിട്ടില്ല, വാട്ടർ കണക്ഷൻ വന്നിട്ടില്ല, കറണ്ട് വന്നിട്ടില്ല, എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടാകാനുണ്ട്. പക്ഷേ ഈ മാസം തന്നെ, ഈ നവംബറിൽ തന്നെ ഇങ്ങോട്ട് മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉദ്ഘാടനം നടത്താനൊന്നും സാധിക്കാത്തതുകൊണ്ട് അവരുടെ ഒരു ഭരണ നേട്ടമായിട്ട്, UDFിൻ്റെ ഒരു ഭരണ നേട്ടമായിട്ട് തന്നെയാണ് ഇതവർ കണക്ക് കൂട്ടുന്നത്. കാരണം കുമ്പഴയിലെ ഒരു പ്രധാന ഭരണ നേട്ടം തന്നെയാണ് ഇത്തരം ഒരു ഡിസ്പെൻസറിക്ക് സ്വന്തമായിട്ട് ഒരു ഇരുനില കെട്ടിടം ഇവിടെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭരണ നേട്ടമായിട്ട് തന്നെയാണ് അവർ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ തിരക്ക് പിടിച്ച് ഉദ്ഘാടനം ചെയ്തത്. ശരിയാണ്, കാരണം ഏത് ഭരണകക്ഷി ആയാലും പ്രതിപക്ഷമായാലും കേരളം ഭരിക്കുന്നവരാണെങ്കിലും കൊള്ളാം, ആരാണേലും അവർ ചെയ്ത കാര്യങ്ങൾ ഒരു പക്ഷേ ആ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഉദ്ഘാടനം ചെയ്യാറുണ്ട്. ഇവിടെയും അങ്ങനെ ഒരു തെറ്റ് അവർ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതിനകത്ത് ഇരുഭാഗത്തും ന്യായീകരണങ്ങളുണ്ട്. UDFിൻ്റെ ഭാഗത്ത് ന്യായീകരണങ്ങളാണ് ഈ പറഞ്ഞ, ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ. കാരണം പെട്ടെന്ന് വാടകക്കെട്ട് ഒഴിഞ്ഞു കൊടുക്കണം, അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ എല്ലാം ഇങ്ങോട്ട് മാറ്റുന്നത്. പ്രതിപക്ഷം പറയുന്നത് ഈ കെട്ടിടത്തിനകത്ത് യാതൊന്നുമില്ല, ഇപ്പോൾ തിരക്ക് പിടിച്ചത് ഉദ്ഘാടനം നടത്തേണ്ട കാര്യമില്ല, ഒരു സിറിഞ്ച് പോലും ഇല്ല. ശരിയാണ്, ഇതിനകത്ത് ഒന്നുമില്ല. ഇപ്പോൾ രണ്ട് കൂട്ടരും പറയുന്നതിനകത്ത് ന്യായങ്ങളും അതിനകത്ത് ശരിയും തെറ്റും ഒക്കെ ഉണ്ട്. എന്തായാലും പത്തനംതിട്ട നഗരത്തിലെ കുമ്പഴയിൽ നടന്ന തത്സമയ വിവരങ്ങളാണ് പത്തനംതിട്ട മീഡിയ പ്രേക്ഷകരിലേക്ക് നൽകിയത്. നഗരസഭാ ചെയർപേഴ്സൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയത്തില്ല. കോൺഗ്രസ് UDFിൻ്റെ നേതൃത്വത്തിലുള്ളവർ വലിയൊരു പ്രതിഷേധ പരിപാടിയുമായിട്ടാണ് മുമ്പോട്ട് നീങ്ങുന്നത്. കാരണം വികസനത്തിനെ അട്ടിമറിക്കുന്നു. ഒപ്പം തന്നെ ഇന്ന് ഉച്ച കഴിഞ്ഞ് മറ്റെവിടെയോ ഉദ്ഘാടനം നടത്തുന്നത്, അതും തടയുമെന്നാണ് നഗരസഭാ കൗൺസിലർമാരുള്ള പ്രതിപക്ഷം പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ള ഉദ്ഘാടന പരിപാടികളും തടയും. ഇന്നലെ എവിടെയോ ഒരു ഉദ്ഘാടനം നടന്നു, എടത്താവളത്തിൽ നടന്നു, അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. എന്തായാലും ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രം നിൽക്കുമ്പോൾ ഉദ്ഘാടനങ്ങൾ ഉണ്ടാകും, അവിടെ പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. എന്തായാലും ഇതെല്ലാം കാണുവാൻ വിധിക്കപ്പെട്ടവരാണ് നാട്ടിലെ ജനങ്ങൾ. അത് കോൺഗ്രസ് ആയാലും BJP ആയാലും LDF ആയാലും ആരാണേലും രോഗം വരുമ്പോൾ ഈ പറഞ്ഞ കോൺഗ്രസോ LDF UDF ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ കണ്ടു, കൊറോണ വന്നു. കൊറോണ കാലത്ത് പോലും അതിനകത്ത് രാഷ്ട്രീയമില്ല. കാരണം എല്ലാവരും ഒരിടത്താണ് പോകുന്നത്. കാരണം എല്ലാവരും ക്വാറന്റൈൻ കഴിയണം. അപ്പം കോവിഡിന് പോലും ഈ പറയുന്ന രാഷ്ട്രീയ ഭേദമില്ല, ഒന്നുമില്ല. അങ്ങനെയുള്ള കാലത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ആര് കൊണ്ടുവന്നാലും, അത് LDF കൊണ്ടുവന്നാലും UDF കൊണ്ടുവന്നാലും BJP കൊണ്ടുവന്നാലും അതിനെ അംഗീകരിക്കേണ്ട ഒരു ബാധ്യതയാണ് ജനങ്ങൾക്കുള്ളത്. അപ്പം ഇപ്പോൾ ജനങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത്. വീണ്ടും നമുക്ക് പുതിയ വാർത്തകളുമായിട്ട് വീണ്ടും വരാം. പത്തനംതിട്ട മീഡിയയ്ക്ക് വേണ്ടി പ്രകാശൻ ചത്താനം, കുമ്പഴ.